എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൂയം നക്ഷത്രം, കർക്കിടകക്കൂറ്, ദേവഗണം, പുരുഷ നക്ഷത്രം, ഭാഗ്യസംഖ്യ 8, ഭാഗ്യനിറങ്ങൾ കടും നീല, കടും പച്ച, മഞ്ഞ, ചേരാത്ത നിറങ്ങൾ വെളുപ്പ്, കറുപ്പ്. പൂയം നക്ഷത്രക്കാരികൾക്ക് അനുകൂലമായ രത്നം ഇന്ദ്രനീലമാണ്. ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ചേരുന്നതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, പൂയം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽമേഖലകൾ ഏതൊക്കെ, പൂയം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ, ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യം പൂയം നക്ഷത്രക്കാരികളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബ ഐശ്വര്യം, സൗന്ദര്യം, ബന്ധുഗുണം, ആരോഗ്യമുള്ള ശരീരം, സാധു സ്വഭാവം എന്നിവ ഉള്ളവരായിരിക്കും. പൂയം നക്ഷത്രക്കാരികൾ ദാനധർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ എപ്പോഴും സന്തോഷവതികളായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പൂയം നക്ഷത്രക്കാരികൾ ഇടയ്ക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാകാതെ ഇടയ്ക്കിടെ പരാജയം ഏറ്റുവാങ്ങുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇവർ അടുത്ത പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പങ്കാളി സംശാലുക്കളായിരിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ നല്ല സ്വഭാവത്തിനുടമകളായിരിക്കും. എങ്കിലും മിക്കവാറും പൂയം നക്ഷത്രക്കാരികളുടെ ജീവിതം ദുരിതപൂർണമായി കാണപ്പെടുന്നു. പരിശ്രമശീലകളായ പൂയം നക്ഷത്രക്കാരികൾക്ക് ആരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. കൂട്ടത്തിൽ ഒരു നേതാവിനെ പോലെ നിൽക്കുന്ന പൂരം നക്ഷത്രക്കാരികൾക്ക് എത്ര പേരെ വേണമെങ്കിലും മെരുക്കി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവും ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പൂയം നക്ഷത്രക്കാരികൾ മറ്റുള്ളവർ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വലിയ താല്പര്യമായിരിക്കും. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ ആർജവമുള്ളവരാണ് പൂയം നക്ഷത്രക്കാരികൾ. എന്നാൽ അതിനായി മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഭർത്താവ് ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും മിക്ക പൂയം നക്ഷത്രക്കാരികളുടെയും ജീവിതം ദുരിതപൂർണമാകുന്നതും. നല്ല കുലീന സ്വഭാവക്കാരികളായ പൂയം നക്ഷത്രക്കാരികൾ ഏത് കാര്യത്തിനും അല്പം മടിച്ചു നിന്നതിന് ശേഷമേ കാര്യത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. ധാരാളം ക്ഷേത്രങ്ങളിൽ തൊഴുതുമടങ്ങാൻ അതിയായി കൊതിക്കുന്നവരും അതുപോലെ നല്ല ദൈവവിശ്വാസം കൂടുതൽ ഉള്ളവരായും പൂയം നക്ഷത്രക്കാരികളെ കാണാം. എന്നാൽ ഇവർ അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ടു പോകാറുമില്ല. ആഡംബരപ്രിയരായിരിക്കും പൂയം നക്ഷത്രക്കാരികൾ. അതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്നവരും നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരും ആഡംബര വസ്തുക്കളിൽ പ്രിയമുള്ളവരുമായിരിക്കും. പൂയം നക്ഷത്രക്കാരികൾക്ക് സ്വസ്ഥമായ ജീവിതം പ്രയാസകരമായി കാണുന്നു. കുടുംബത്തിൽ കലഹം സ്ഥിരമായി ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പൂയം നക്ഷത്രക്കാരികൾ പൊതുവെ പൊക്കം കുറഞ്ഞവരും നല്ല സൗന്ദര്യമുള്ളവരും ആയിരിക്കും. കൂടെ കലഹമോ ഭർതൃവിയോഗമോ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭർത്താവിൽ അല്പം നിയന്ത്രണം വയ്ക്കേണ്ടതായി വന്നേക്കാം. പൂയം നക്ഷത്രക്കാരികൾക്ക് സമാന പ്രായക്കാരോടും മുതിർന്നവരോടും നല്ല ബഹുമാനം വെച്ചു പുലർത്തും. എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും കുറഞ്ഞിരിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാരികൾ പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ പൊരുത്തം നോക്കലിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ പാടില്ല. ലൈംഗികതയിൽ താല്പര്യം കൂടുതലായിരിക്കും പൂയം നക്ഷത്രക്കാരികൾക്ക്. ഭർത്താവിൽ നിന്ന് പോരായ്മകളും സ്നേഹവും പരിചരണവും കുറവുണ്ടെങ്കിൽ മാത്രമേ പങ്കാളിക്ക് സംശയമുണ്ടാകുന്ന പ്രവണതകൾ ഇവരിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെയാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി പൂരം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് കൂടി പറയാം. ഹൈഡ്രോളജി, ജിയോളജി, ജഡ്ജി, ജയിൽ ഉദ്യോഗം, ഖനനം, പെട്രോളിയം വ്യവസായം, വനവിഭാഗം, കൃഷി, ഭൂഗർഭ നിർമ്മാണം, സുരക്ഷ എന്നീ മേഖലകളിൽ ഏതെങ്കിലും പൂയം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വേഗം ഉയരത്തിലെത്താനാകും. ഇനി പൂയം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. ഭരണി, രോഹിണി,
മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, അനിഴം, തിരുവോണം, മീനം രാശിയിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ പൂയം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ്. ഇനി അടുത്തത് പൂയം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. പൂയം നക്ഷത്രക്കാരികൾക്ക് മകം, ചിത്തിര, കുംഭം രാശിയിലെ അവിട്ടം, ചതയം, കുംഭം രാശിയിലെ പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല. അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂയം നക്ഷത്രക്കാരികൾ ഒഴിവാക്കുക. അതുപോലെ ഈ നക്ഷത്രക്കാരുമായി കൂട്ടുവ്യാപാരം, വിവാഹം, സുഹൃത്ത് ബന്ധം ഇതൊന്നും പാടില്ല. അതുപോലെ ഈ നക്ഷത്രക്കാരുമായി പൂയം നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം. ഇനി മറ്റ് പ്രധാന കാര്യങ്ങൾ കൂടി പറയാം. പൂയം നക്ഷത്രക്കാരികൾ തങ്ങളുടെ അനാവശ്യ കോപത്തെ നിയന്ത്രിക്കേണ്ടതാണ്. ഇത് കാരണം ഇവരുടെ ദാമ്പത്യ ജീവിതം താറുമാറാകുന്നതായി കാണുന്നു. അതുപോലെ ഇവർ പങ്കാളിയോട് ഉപയോഗിക്കുന്ന വാക്കുകളും സൂക്ഷിക്കേണ്ടതാണ്. സഹായം ചെയ്താലും സഹായം ഏറ്റുവാങ്ങിയാലും വേഗം മറന്നു പോകുന്ന സ്വഭാവം പൂയം നക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകും. സഹായം ഏറ്റുവാങ്ങിയവർ മറക്കുമെങ്കിലും തന്ന വ്യക്തികൾ മറക്കുകയില്ല. ഇത് ചിലപ്പോൾ നിങ്ങളെ നന്ദി കെട്ടവൾ എന്ന് കരുതാൻ ഇടവരുത്തും. പഴയ ദുഃഖകരമായ കാര്യങ്ങളെ ഓർത്തു വയ്ക്കുന്ന ശീലമുള്ളവരാണ് പൂയം നക്ഷത്രക്കാരികൾ. ഇത് ഒരു അനാവശ്യമായ കാര്യമാണ്. പൂയം നക്ഷത്രക്കാരികളുടെ ആരംഭ ദിശ ശനിദശയാണ്. പൂയം നക്ഷത്രക്കാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. തക്കതായ പരിഹാരങ്ങൾ ചെയ്യുക. പൂയം നക്ഷത്രകാരികളുടെ ദേവത ബൃഹസ്പതിയാണ്. ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓം ബൃഹസ്പതയേ നമഃ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.